നമസ്കാരം, ഞാൻ ആറ്റൽ മുത്തുകുമാർ. എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും ഗുരു ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ജ്യോതിഷ ചിന്താ വിഷയത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വ്യാഴപ്പകർച്ച, വ്യാഴമാറ്റം. ഈ വരുന്ന 2026 ജൂൺ മാസം 2-ാം തീയതി, അതായത് ഇടവ മാസം 19 ചൊവ്വാഴ്ച, അന്ന് വെളുപ്പിന് 1:48 കർക്കിടകത്തിൽ വ്യാഴൻ്റെ സഞ്ചാരം. അപ്പോൾ ഒരു വ്യാഴവട്ടം എന്ന് ഉദ്ദേശിക്കുന്നത് ഉച്ചഭാവത്ത് വരുന്ന ഗുരു, ഒരു വ്യാഴവട്ടം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഉദാഹരണം പറയാം. 2002 ജൂലൈ 5 ശേഷം ജനിച്ചവർ 2003 ജൂണിനകം, അതായത് 2002 ജൂലൈ 5 മുതൽ 2003 ജൂൺ 1 മുന്നേ ജനിച്ചവരുടെ ജാതകം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും ഉച്ചവേഴനാണ്. അപ്പം ആ കാലഘട്ടം ജനിച്ചവർക്കും ഇപ്പം 2-ാം ഘട്ടമാണ്, അതായത് ഒരു വ്യാഴവട്ടം 2-ാം വ്യാഴവട്ടമാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഇപ്പം എന്താണ് ഒരു പ്രത്യേകത? വ്യാഴം ഉച്ചഭാവത്തിൽ വരുന്നത് 12 വർഷത്തിനൊരിക്കലാണ്. ഇപ്പം നമുക്ക് കുംഭത്തിൽ വ്യാഴം വരുമ്പോൾ നമ്മൾ പറയും മഹാമകം, കുംഭമേളയൊക്കെ ആഘോഷിക്കുന്നില്ലേ? കുംഭത്തിൽ വ്യാഴൻ്റെ സ്ഥിതിയിലാണ് കുംഭമേള ആഘോഷിക്കുന്നത്. അതുപോലെ സ്വക്ഷേത്രനാണെങ്കിൽ വിശേഷമാണ്, അത് ധനുമീനം. ഉച്ചഭാവം വളരെ പ്രത്യേകതയാണ്. ഇപ്പം ശ്രീരാമൻ്റെ ജനനം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ ശ്രീരാമൻ, അവതാര പുരുഷനായ ശ്രീരാമൻ്റെ ജനനം കർക്കിടകത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോഴാണ്. അത് പഞ്ചമക പുരുഷയോഗം എന്ന് പറയും. അത് ആ സമയം 5 ഉച്ചം ഭവിച്ച ഗ്രഹങ്ങളുണ്ടായിരുന്നു. ഇതിലിപ്പോൾ അങ്ങനെയില്ല, എന്നാലും പറയാണ്. അപ്പം ഇതിലൊരു 4 രാശിക്കാർക്ക് വളരെ ഗുണഫലമാണ്. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് മേടവും വൃശ്ചികവും, അത് കുജൻ്റെ രാശിയാണ്. അതുപോലെ ധനുമീനം, അത് വ്യാഴൻ്റെ രാശി. അപ്പോൾ ആദ്യം നോക്കാൻ പോകുന്നത് മേടക്കൂറുകാർ, അത് മേടരാശിക്കാർക്ക് എങ്ങനെ. അപ്പോൾ ഈ വരുന്ന 2026 ജൂൺ 2 ഇടവം 19 ചൊവ്വാഴ്ച ദിവസം രാവിലെ, അത് വെളുപ്പിന് 1:48 കർക്കിടകത്തിൽ ഗുരുവിൻ്റെ സഞ്ചാരം തുടങ്ങുന്നത്, 1 വർഷ കാലയളവ്. അപ്പോൾ അശ്വതി ഭരണി കാർത്തികകാൽ മേടക്കൂറുകാർക്ക് വളരെ പ്രത്യേകത ഉള്ളതാണ്. ഇപ്പം നിലവിൽ 3-ലാണ് സഞ്ചാരം. ഇപ്പോൾ അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് ധനനിമിത്ത ഓട്ടം, വീട്, വാഹനം. ഇപ്പോൾ വാഹനം ഉണ്ടെങ്കിൽ വാഹനത്തിന് എന്തെങ്കിലും അറ്റകുറ്റപ്പണികളോ പ്രശ്നങ്ങളോ, വീടുണ്ടെങ്കിലും ഇപ്പോൾ ചിലവർക്ക് 3-4 വീടൊക്കെ വെച്ച് താമസിക്കുമായിരിക്കും. അലച്ചിൽ, ഒരിടത്ത് സ്ഥിര താമസമാവാൻ പറ്റില്ല, അങ്ങനത്തെ ഒരവസ്ഥ മേടക്കൂറുകാർക്ക്. ഇവ 4-ൽ സഞ്ചരിക്കുമ്പോൾ ഉദ്ദിഷ്ടകാര്യ ലബ്ധി, അത് ഉദ്ദിഷ്ടകാര്യം സാധിച്ചെടുക്കാം. ഈ വ്യാഴൻ്റെ ഒരു പ്രത്യേകത, ദൃഷ്ടിക്ക് ബലമാണ് കൂടുതൽ. അപ്പോൾ 10-ാം ഭാവം ദൃഷ്ടി വരികയാണ്. അപ്പോൾ മേടക്കൂറുകാർക്ക് തൊഴിൽ സംബന്ധമായിട്ടൊക്കെ കുറച്ച് അലച്ചിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ പ്രശ്നം തന്നെ, ധനനിമിത്തം, ധനനഷ്ടം, ആഭരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പണയം പോവുക, ഇങ്ങനത്തെ ഒരു അവസ്ഥ. ഇനി വ്യാഴം ഉച്ചഭാവത്ത് വരുമ്പോൾ 10-ാം ഭാവം, അത് കർമ്മസ്ഥാനം ദൃഷ്ടി വരുമ്പോൾ തൊഴിൽ മേമ്പടും. അത് തൊഴിൽ വൃത്തി, ചെയ്യുന്ന തൊഴിലിൽ നല്ലൊരു മാറ്റം കിട്ടും, അല്ലെങ്കിൽ ഒരു പുതിയ സംരംഭം തുടങ്ങാനോ അതിലിട്ട് ഉയർച്ചയിൽ വരാനുള്ള അവസരം. ഇതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത്, ഇപ്പോൾ ഒരു വ്യാഴവട്ടം എന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ ചിലവർ 2002 ജൂലൈ 5 മുതൽ 2003 ജൂലൈ 5-നകം ജനിച്ചവർ, അവരുടെ ജാതകം പരിശോധിച്ചാൽ അറിയാൻ പറ്റും. അവർക്കിപ്പോൾ 2-ാം ഘട്ടമാണ്, വ്യാഴവട്ടം 2-ാം ഘട്ടം. അവരുടെ ജാതകത്തിൽ വ്യാഴ ഉച്ചഭാവത്തിലായിരുന്നു. അത് നിങ്ങൾക്കിപ്പം ജാതകം ഉണ്ടെങ്കിൽ ഈ 2002 ജൂലൈ 5 മുതൽ 2003 ജൂലൈ 1 വരെ ഉള്ള ജാതകം പരിശോധിക്കുകയാണെങ്കിൽ അതിൽ വ്യാഴ ഉച്ചഭാവത്താണ്. അപ്പോൾ അവർക്കിപ്പോൾ 2-ാം ഘട്ടമാണ്, വളരെ പ്രത്യേകതയാണ്. ഇപ്പോൾ നമുക്ക് പ്രായം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 24 വയസ്സ് പൂർത്തിയായി കാണും. അപ്പോൾ പഠിച്ചിരിക്കുന്ന കുട്ടികളാണെങ്കിലും പഠനത്തിലാണെങ്കിലും വ്യാഴൻ്റെ ഉച്ചഭാവം 1 വർഷ കാലയളവ് വളരെ ഉന്നതിയിലെത്തിക്കും. അപ്പോൾ പൊതുഫലം പറയുമ്പോൾ നമ്മൾ ജാതകം ഉൾപ്പെടുത്തണം. ഇപ്പോൾ വ്യാഴദശയാണെങ്കിൽ ചിലരിപ്പം ചിത്തിര, മകയിരം, അവിട്ടത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇപ്പം ഈ 2-ാം വ്യാഴവട്ടം എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ വ്യാഴദശ തുടക്കമായിരിക്കും. വളരെ ഗുണമാണ്. ഇപ്പം വ്യാഴൻ്റെ ഉച്ചഭാവവും വ്യാഴദശാകാലവും കൂടെ രണ്ടും കൂടെ ചേർന്ന് വരുമ്പോൾ, അതായത് എന്ത് കാര്യവും സാധിച്ചെടുക്കാനുള്ള അവസരം. അതായത് 9 ഗ്രഹങ്ങളിൽ ശുഭത്വവും കൂടുതലുള്ളത് വ്യാഴനാണ്, ഗുരുഭഗവാൻ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത,
വിവാഹാദി കാര്യങ്ങൾ, ചിലവർക്കൊക്കെ വിവാഹം തടസ്സമായിരിക്കും. മേടക്കൂറുകാർക്ക് അവർക്കൊക്കെ ഈ കാലയളവ് വിവാഹം നടക്കാനുള്ള യോഗം. പഠന വിഷയത്തിലാണെങ്കിലും ഉന്നത വിജയം കൈവരിക്കാനുള്ള യോഗം. പിന്നെ കർക്കിടക രാശി ജലരാശിയാകയാൽ ജോലി നിമിത്തം പുറത്ത് പോയി ജോലി ചെയ്യാനുള്ള അവസരം, അല്ലെങ്കിൽ പഠനം, ഇങ്ങനെയും വരാം. ബിസിനസ് മേഖല ചിന്തിക്കുകയാണെങ്കിലും ഇപ്പോൾ വ്യാഴൻ്റെ കാരം എന്ന് പറഞ്ഞാൽ ജുവലേഴ്സ് വരും, ജുവലറി മർച്ചൻറ്റ് വരും, ഫ്ലവേഴ്സ് മർച്ചൻറ്റ് വരും, പ്രൊവിഷൻ സ്റ്റോർ വരും. ഇതെല്ലാം, അതായത് ഇപ്പോൾ നമുക്ക് കാറ്ററിംഗ് ബിസിനസ് ചെയ്യുന്നവർ, സ്വീറ്റ് ബിസിനസ് ചെയ്യുന്നവർ, ഇതെല്ലാം ഗുരുവിൽ അടക്കമാണ്. പിന്നെ വൈദിക തൊഴിൽ ചെയ്യുന്നവർ, ഇവർക്കെല്ലാം ഒരു അംഗീകാരം കിട്ടാനുള്ള സമയം. ചിലവരൊക്കെ ബിസിനസ്സിൽ കഷ്ടതയിൽ ഒന്നും ശരിയാവണില്ല, അവർക്ക് മാറി ചിന്തിക്കാനുള്ള അവസരം. അപ്പോൾ എന്തുകൊണ്ടും ഈ വ്യാഴമാറ്റം ഈ മേടക്കൂറുകാർക്ക് വളരെ ഉന്നതിയിലെത്താനുള്ള അവസരമാണ് കാണുന്നത്. അപ്പോൾ ജൂൺ 2 മുതൽ 2026 ജൂൺ 2 മുതൽ 2027 ജൂൺ വരെ ഒരു വർഷക്കാലം വ്യാഴൻ്റെ സഞ്ചാരം വളരെ അനുകൂലമാണ്. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും പഠിച്ചു നിൽക്കുന്നവരാണെങ്കിലും ജോലി സാധ്യത കാണുന്നുണ്ട്. അത് ജലരാശിയാകിയാൽ കുറച്ച് ദൂരെ ജോലിക്ക് പോകാൻ, ടീച്ചിങ് മേഖല അതും പറയണം. ഇപ്പം ടെസ്റ്റ് എഴുതി നിൽക്കുന്നവർക്കാണെങ്കിലും പ്രൊഫസർ ഇത്യാദി ജോലി, ടീച്ചിങ് മേഖല, അതായത് ടീച്ചേഴ്സിനുള്ള ടെസ്റ്റ് എഴുതി നിൽക്കുന്നവർക്ക് അവർക്ക് ടീച്ചിങ്ങിനുള്ള അവസരം, എന്തുകൊണ്ടും ഈ കാലയളവ് വളരെ നല്ലതാണ് കാണുന്നത്, മോശവശമല്ല. ഇനി അടുത്ത് നോക്കുന്നത് വൃശ്ചികക്കൂർ. അപ്പം മേടത്തിൽ വേറൊരു പ്രത്യേകത, വൃശ്ചികക്കൂറിന് മുന്നേ മേടത്തിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു, ഒരു കാര്യം കൂടെ പറയണം, അതും കൂടെ പറഞ്ഞു നിർത്താം. മേടരാശിക്കാർക്ക് കുറച്ചുകൂടെ അനുകൂല സമയം എന്ന് ഉദ്ദേശിക്കുന്നത് 2026 സെപ്റ്റംബർ 18 മുതൽ ഒക്ടോബർ 30 വരെ 42 ദിവസ കാലയളവ്. രാശി അധിപനായ കുജൻ ഗുരുവിൻ്റെ കൂടെ സഞ്ചാരം. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? രാശി അധിപൻ നീചനാവേയല്ലേ കർക്കിടകത്തിൽ, അവിടെ ഗുരു ഉച്ചം ഭവിച്ച് നിൽക്കുകയാണ്. അപ്പം നീചഭംഗരാജയോഗം. ചിലർ വിചാരിക്കും 40 ദിവസത്തിൽ എന്ത് സംഭവിക്കും? ഒരു 2 മണിക്കൂർ മതി, ഒരു 2 മിനിറ്റ് മതി ഒരു ശുഭ കാര്യം നടക്കാനും. അതിൻ്റെ അതായത് ഭാഗ്യമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെപ്റ്റംബർ 18 മുതൽ 2026 സെപ്റ്റംബർ 18 മുതൽ ഒക്ടോബർ 30 വരെ കുജൻ്റെ സഞ്ചാരം ഗുരുവിൻ്റെ കൂടെ ആകയാൽ നീചഭംഗ രാജയോഗം സംഭവിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടും മേടരാശിക്കാർക്ക് വളരെ ഗുണഫലമാണ് ഈ വർഷം മുഴുവൻ, അത് ഈ വേഴമാറ്റം. പിന്നെ അടുത്ത് വൃശ്ചികക്കൂർ. വൃശ്ചികക്കൂറിൻ്റെ ഒരു പ്രത്യേകത കീടകരാശി എന്ന് പറയും. ഇവർക്ക് കുറച്ച് വാശി കൂടുതലാണ്. വിശാഖംകാല്, അനിഴം, തൃക്കേട്ട, ഇവർ എങ്ങനെ പറയാം, വിഷമാണ് ഉദ്ദേശം. വാശിയുടെ മാത്രമല്ല, തേളിൻ്റെ ചിഹ്നമാണ്. ഇവർക്ക് എന്തും പെട്ടെന്ന് നേടിയെടുക്കാനുള്ള ഒരു വ്യഗ്രത, ഒരു വെപ്രാളം, എന്തും സമാധാനിക്കുക. ഇപ്പം വ്യാഴ 8-ലാണ് സഞ്ചാരം. 2026 ജൂൺ 2 ചൊവ്വാഴ്ച വെളുപ്പിന് 1:48 കർക്കിടകത്തിലാണ് സഞ്ചാരം. അപ്പോൾ 9-ാം ഭാവം സഞ്ചരിക്കുകയാണ്. ഇതിലൊരു പ്രത്യേകത, ദൃഷ്ടി വരെയാണ് രാശിക്ക്. അപ്പോൾ ഇവരുടെ ഒരു മുന്നേറ്റം എന്ന് ഉദ്ദേശിക്കുന്നത്, ഒരു ഫീൽഡിൽ നിൽക്കുന്നവരാണെങ്കിൽ ഇനിയിപ്പോൾ അത് മാറി ചിന്തിക്കാം. ഇപ്പോൾ ചിലർ ഉന്നത പഠനമൊക്കെ ചെയ്തിട്ട് കാർഷിക ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ട്, കാർഷിക രീതിയിലൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ചില പത്രങ്ങളിലൊക്കെ കാണുന്നില്ലേ, IT ഫീൽഡിൽ നിന്ന് മാറി അവർ വേറെ കാറ്ററിംഗ് ബിസിനസ് ചെയ്തു, അതിനേക്കാൾ ലാഭം ഉണ്ടാക്കി, അല്ലെങ്കിൽ കൃഷി പണി അതിൽ ലാഭം ഉണ്ടാക്കി. ഇതെല്ലാം ചെയ്യുന്നത് ഈ കർക്കിടകത്തിലെ വ്യാഴനാണ്. ചന്ദ്രൻ എന്ന് പറയുന്നത് കൃഷിയുടെ ആളാണ്. അപ്പോൾ ചന്ദ്രൻ്റെ സ്വക്ഷേത്രമായ കർക്കിടകത്തിൽ വ്യാഴൻ്റെ സഞ്ചാരം കൃഷി അഭിവൃദ്ധിപ്പെടും. അപ്പോൾ ഇതിലിപ്പോൾ കാർഷിക മേഖലയിൽ നിൽക്കുന്നവർക്ക്, പിന്നെ ക്ഷീര കർഷകർ, ഇവർക്കെല്ലാം ഈ കാലയളവ് വളരെ ഗുണമാണ് കാണുന്നത്. അതും വൃശ്ചികക്കൂറുകാർക്ക്. വിശാഖംകാല്, അനിഴം, തൃക്കേട്ട, ഇവർക്ക് ബിസിനസ് മേഖല നോക്കുകയാണെങ്കിലും, ഇപ്പോൾ ജുവലേഴ്സ് മർച്ചൻ്റ് നടത്തുന്നവർ, പ്രൊവിഷൻ സ്റ്റോർ, ഫ്ലവേഴ്സ് മർച്ചൻ്റ്, പിന്നെ പൂക്കളുടെ ബിസിനസ് ചെയ്യുന്നവർ, അതും കൃഷി ചെയ്യുന്നല്ലോ, അതായത് കൃഷി ഇതല്ലേ. അപ്പോൾ അവർക്കും വളരെ ഉന്നതിയിലെത്താനുള്ള സമയമാണ് കാണുന്നത്. പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഇവർക്കും ഉന്നത വിജയം കൈവരിക്കാൻ സാധിക്കും. അതും മെഡിക്കൽ ഫീൽഡ്, പിന്നെ ചിലവർ അഡ്വക്കേറ്റ് ഫീൽഡൊക്കെ എടുക്കും. അപ്പോൾ അഡ്വക്കേറ്റ് പഠനം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ജൂൺ 2 ശേഷം തുടങ്ങുന്നത് സക്സസ്ഫുള്ളാവും. പിന്നെ ജലരാശിയാകിയാൽ കുറച്ച് ദൂരം മാറി നിന്ന് പഠിക്കാനുള്ള അവസരം. വിവാഹാദി കാര്യങ്ങളിൽ വൃശ്ചികക്കൂറുകാർക്ക്
ഈ വ്യാഴമാറ്റം രാശിക്ക് ദൃഷ്ടി വരികാൽ വിവാഹം നടക്കാനുള്ള യോഗം. പിന്നെ ചിലവർക്ക് കുട്ടികൾ താമസിച്ച് കിട്ടുന്നവർ, പ്രയാസപ്പെട്ടിരിക്കും 3 വർഷമായി കുട്ടികളില്ല, അവർക്ക് പുത്രഭാഗ്യം ഉണ്ടാവാനുള്ള യോഗം. അപ്പോൾ ഈ വ്യാഴമാറ്റം എന്തുകൊണ്ട് വളരെ ഗുണകരമാണ്. പിന്നെ വലിയൊരു പ്രത്യേകത ഇതിലുണ്ട്. സെപ്റ്റംബർ 18, അത് 2026 സെപ്റ്റംബർ 18 മുതൽ ഒക്ടോബർ 30 വരെ രാശിനാഥൻ കർക്കിടകത്തിൽ ഗുരുവിനോട് സഞ്ചരിക്കുകയാണ്. അപ്പോൾ പറയാം, നീചസ്ഥാനമല്ലേ, രാശിയധിപൻ നീചനായിട്ട് പോകുകയല്ലേ. അതിലൊരു 6 പ്രത്യേകത ഉണ്ട്. അന്ന് തൃക്കേട്ട നക്ഷത്രമാണ്, കുജം മാറുന്ന അന്ന്, അതായത് സെപ്റ്റംബർ 18 തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ അന്നാണ് വൈകുന്നേരം കുജം കർക്കിടകത്തിലോട്ട് സഞ്ചരിക്കുന്നത്. അപ്പം ഞങ്ങൾ പറയും നീചഭംഗ രാജയോഗം. എന്തെങ്കിലും തടസ്സപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് മാറിക്കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ലൈറ്റിങ് കുറവായിരിക്കും, പിന്നെ ബ്രൈറ്റ് ആവും. അപ്പോൾ എന്തുകൊണ്ടും വൃശ്ചികക്കൂറുകാർക്ക് ഈ കാലയളവ് വളരെ നല്ലതാണ് കാണുന്നത്, മോശവശമല്ല. അപ്പോൾ 2027 ജൂൺ 1 വരെ നമുക്ക് 1 വർഷ കാലയളവ് വ്യാഴൻ്റെ സഞ്ചാരം അനുകൂലമാണ്. പിന്നെ ഇടയ്ക്ക് വക്രഗതിയും അതിസാരമൊക്കെ സംഭവിക്കും, അത് മറ്റൊരു വീഡിയോയിൽ പറയാം. പിന്നെ ഇനി അടുത്ത് നോക്കുന്നത് മീനക്കൂറ്. അപ്പോൾ ആരാണ് വ്യാഴൻ മാറുന്നത്? വ്യാഴൻ്റെ രാശിയാണ് മീനം. മീനത്തിൽ വരുന്ന പൂരിട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി, ഇവർക്ക് 5-ലാണ് സഞ്ചാരം. അത് 2026 ജൂൺ 2 വെളുപ്പിന് ഇടവ മാസം 19 ചൊവ്വാഴ്ച, അന്ന് കർക്കിടകത്തിലാണ് വ്യാഴൻ്റെ സഞ്ചാരം. വെളുപ്പിന് 1:48 തുടങ്ങിയാണ് 1 വർഷ കാലയളവ്. അപ്പം മീനത്തിൻ്റെ ഒരു പ്രത്യേകത, രാശിയധിപനായ വ്യാഴം ഉച്ചഭാവത്ത് സഞ്ചരിക്കുമ്പോൾ രാശിയെ ദൃഷ്ടി ചെയ്യുകയാണ്. വളരെ പ്രത്യേകതയാണ്. 7 ശനിയാണ്, ജന്മശനിയാണെന്ന് പേടിക്കേണ്ട. നമുക്ക് 1 വർഷം വളരെ, അതായത് ഒരു തേജസ് ഉണ്ടാകും മുഖത്ത്. ഇപ്പം ഈ കാലഘട്ടം കുറച്ച് മന്ദത അനുഭവപ്പെടുന്നെങ്കിൽ വ്യാഴൻ്റെ മാറ്റത്തോടെ നമുക്കൊരു തേജസ് അനുഭവപ്പെടും. അതായത് സർവ്വ ഐശ്വര്യമാണ് ഫലം. മുഖത്തൊരു തേജസ്സും, പിന്നെ നമുക്ക് ധനം, അതായത് അപ്രതീക്ഷിത ധനയോഗം ഉണ്ടാവും. ഗോൾഡ് പണയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചെടുക്കാനുള്ള യോഗം, ഗോൾഡ് വാങ്ങിക്കാനുള്ള യോഗം, പുത്രസമ്പത്ത് കിട്ടാനുള്ള യോഗം. അപ്പോൾ ബിസിനസ് മേഖല നോക്കുകയാണെങ്കിലും മീനക്കൂറുകാർക്ക് വളരെ ഗുണഫലമാണ് കാണുന്നത്, ദോഷവശമല്ല. അപ്പോൾ ഏത് മേഖല പറയാം? ബിസിനസ്. അപ്പം രേവതി ആണെങ്കിൽ അക്കൗണ്ടിങ് മേഖല പറയണം. രേവതി നക്ഷത്രക്കാർക്ക് അക്കൗണ്ടിങ് മേഖലയാണ് കൂടുതലും വരുന്നത്. അവർക്ക് ഇപ്പം CS ടെസ്റ്റ് എഴുതി പാസ്സാവാനുള്ള യോഗം. ഞാൻ 2 പ്രാവശ്യം CA എഴുതി കിട്ടിയില്ല, ഇവർക്ക് ഉന്നത വിജയം കൈവരിക്കാനുള്ള സാധനം, അതും ഉന്നത വിജയം കൈവരിക്കാനുള്ള സമയം രേവതി നക്ഷത്രക്കാർക്ക്. ഉത്രട്ടാതിക്കാണെങ്കിലും ഒരു അംഗീകാരം, അത് പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്നവർ, അതായത് പൊതുപ്രവർത്തനത്തിൽ നിൽക്കുന്ന രാഷ്ട്രീയ മേഖല പറയാം, ഇവർക്ക് ഒരു അംഗീകാരം കിട്ടാനുള്ള, ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞല്ലോ, ഈ ഉത്രട്ടാതി നക്ഷത്രത്തിൽ ഉണ്ടെങ്കിൽ MLA ആയി വരുന്നവർ ഈ കാലയളവ് മന്ത്രിസ്ഥാനം വരെ കിട്ടാനുള്ള യോഗം, അത് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക്. അപ്പോൾ ജൂൺ 2 ശേഷം 1 വർഷക്കാലം വളരെ അനുകൂലമാണെങ്കിലും ഉച്ചഭാവത്തിരിക്കുന്ന ഗുരുവിൻ്റെ ദൃഷ്ടി രാശിക്ക് വരുന്നത് നമുക്ക് ഒരു വ്യക്തിപ്രഭാവം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ബിസിനസ് മേഖലയാണെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഇവർക്കും 5-ൽ വരുന്ന വ്യാഴം ജലരാശിയാകിയാൽ പുറത്തു പോയി നിന്ന് പഠിക്കാനോ, അല്ലെങ്കിൽ അവിടെ ഒരു ജോലി സമ്പാദിച്ചിട്ട് ജോലിയും ചെയ്ത് പഠിക്കാനുള്ള യോഗം കാണുന്നു. വിവാഹാദി കാര്യങ്ങളിലും ഈ കാലയളവ് വളരെ അനുകൂലമാണ് കാണുന്നത്, മോശവശമല്ല. ശുഭമസ്തു.